വിസ്മയ KR 2026 കീം എക്സാമിനേഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിലെ റിപ്പീറ്റർ ബാച്ച് വിദ്യാർത്ഥിനിയായ വിസ്മയ KR കേരള 3rd റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. തൃശൂർ സ്വദേശിനിയായ വിസ്മയ ബിസിനസ്മാനായ രാജീവ് KVയുടെയും ഗവൺമെന്റ് എംപ്ലോയിയായ സുജ S നായരുടെയും മകളാണ്. 2026 JEE മെയിൻ എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 5327 കൂടാതെ JEE അഡ്വാൻസ്ഡ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 4035 വിസ്മയ നേടിയിരുന്നു. ഈ അഭിമാനകര നേട്ടം കൈവരിച്ച വിസ്മയെ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ സന്തോഷ് സാറും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും വിസ്മയുടെ ഭവനത്തിൽ നേരിട്ടെത്തി ആദരിച്ചു. കീം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. 95,000 വിദ്യാർത്ഥികളെ എഴുതിയ എക്സാമിൽ 69,000 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ വിസ്മയ KR ആണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ബ്രില്യന്റിന്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിനിയായിരുന്നു വിസ്മയ. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ JEE മെയിൻസിലും JEE അഡ്വാൻസിലും ഒക്കെ നല്ല ടോപ്പ് റാങ്കിൽ എത്തിയ ആളാണ് വിസ്മയ. വിസ്മയ ബിസിനസ്മാനായ രാജീവ് KVയുടെയും അതുപോലെ തന്നെ ഗവൺമെന്റ് എംപ്ലോയി ആയ സുജ S നായരുടെയും മകളാണ്. ആൻഡ് നമ്മുടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ റാങ്കിൽ ആദ്യ 18 ഉൾപ്പെട്ടിരിക്കുന്ന ഏക പെൺകുട്ടിയാണ് വിസ്മയ. ആൻഡ് വിസ്മയ, ഹായ്. ഓക്കെ, വിസ്മയ, ഇപ്പം ഈ ഒരു റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു മൊമെന്റിൽ എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. 100% കിട്ടിയെങ്കിലും ടോപ്പ് 3 വരുന്ന എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സോ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ മാർക്ക് വന്നപ്പോൾ, സ്കോർ വന്നപ്പോഴാണെങ്കിലും 100% ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ആ ഒരു ഹാർഡ് വർക്കും അതിന്റെ എല്ലാം റിസൾട്ട് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പം കീമിൽ മാത്രമല്ല JEE മെയിൻസിലും JEE അഡ്വാൻസിലും ഒക്കെ നല്ലൊരു സ്കോർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ പുതിയ കുട്ടികളുണ്ട് അല്ലെ? അടുത്ത വർഷത്തെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ മക്കളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിരിക്കണം. നിങ്ങൾ അവിടെ ആദ്യമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഈ ജേർണി ഭയങ്കര ഡിഫിക്കൽട്ടാവും. പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ മൈൻഡ് ചെയ്യാതെ, അതൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യാതെ നിങ്ങൾ മാക്സിമം നോക്കുക. ബിക്കോസ് ഞാനായാൽ പോലും എനിക്ക് അറ്റ് ഫസ്റ്റ് അങ്ങനെ വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഡ്രോപ്പ് ചെയ്താലോ എന്ന് വരെ ഞാൻ വിചാരിച്ചു, ക്വിറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇവിടെ ബ്രില്യനിലെ ഫാക്കൽറ്റി, എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ഗോകുൽ സർ, കോർഡിനേറ്ററായ ബിനൽ സർ, ആൻഡ് ഹോസ്റ്റൽ വാർഡൻസിൽ പ്രത്യേകിച്ച് ഫ്ലോർ വാർഡൻ ആയിരുന്ന മേഘ മിസ്, പിന്നെ എൻ്റെ ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റേ ചെയ്തത്. ആൻഡ് അന്ന് ഞാൻ ക്വിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. സോ അവർക്കൊക്കെ ഭയങ്കര താങ്ക്സ് ഉണ്ട് ഫസ്റ്റ് തിങ്. അപ്പം നിങ്ങളും അതേപോലെ തന്നെ ക്വിറ്റ് ചെയ്യാതെ നോക്കുക മാക്സിമം. ആൻഡ് കീമിനാണെങ്കിൽ തന്നെ NCERT നല്ലപോലെ പഠിച്ചാൽ മതി. മെയിൻസിനായാലും NCERT പ്ലസ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സൊക്കെ നല്ലോണം ചെയ്യാൻ നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ക്ലാസ്സിലും നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. നല്ല അറിവുള്ള പ്രൊഫസേഴ്സാണ് നമ്മൾ പഠിപ്പിച്ചിരുന്നത്. സോ അത് നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് അത് കൂടാതെ ക്വസ്റ്റ്യൻസ് കുറേ പ്രാക്ടീസ് ചെയ്യുക. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. അത് കുറേ പേര് ഡ്രോപ്പ് ചെയ്ത് പോയിരുന്നു. ആൻഡ് അതേപോലെ ഗിവ് അപ്പ് ചെയ്യാതെ മാക്സിമം നോക്കുക. ഇത് പറയാം. ഓക്കെ, ആൻഡ് ഇപ്പൊ ഈ റിസൾട്ട് വന്നതിന്റെ ഒക്കെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ പേരൻസിന് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അല്ലെ? അപ്പം പേരൻസ് ഒക്കെ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അവരൊക്കെ എന്താ പറഞ്ഞേ? എല്ലാവരും ഭയങ്കര ഹാപ്പിയാ. ഇപ്പം മെയിൻസിനെ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു സ്കോറിലോട്ട് എനിക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ പകരം അപ്പൊ കീമിലെ ഒരു ബോണസ് ആയിട്ട് കിട്ടിയോണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാ. അപ്പൊ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കാണും, അതുപോലെ തന്നെ ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കാണും. അപ്പൊ ഈ 2 സബ്ജക്റ്റിനോടും കാണിച്ച അപ്രോച്ച് എന്തായിരുന്നു? എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട് കെമിസ്ട്രി ആയിരുന്നു. ആൻഡ് ലീസ്റ്റ് ഫേവറേറ്റ് ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല അറ്റ് ഫസ്റ്റ്. ആദ്യമൊക്കെ ഞാനിങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പഠിക്കാതിരിക്കുമായിരുന്നു. പക്ഷെ പിന്നെ ഐ റിയലൈസ്ഡ് അങ്ങനെ ചെയ്യരുത്. ബിക്കോസ് മെയിൻസിന് പിന്നെയും കുഴപ്പമില്ലാതെ പോവാം. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് നമ്മൾ അധികം ഇതാക്കിയില്ലെങ്കിലും നമുക്ക് പിന്നെയും ഒരു നല്ല സ്കോറിൽ എത്താം. പക്ഷെ അഡ്വാൻസിന് അത് പറ്റില്ല. ബിക്കോസ് ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ട്. ആൻഡ് ഓവറോളും നമുക്ക് നല്ലോണം സ്കോർ ചെയ്യണം. അപ്പം അതിന് എല്ലാ സബ്ജക്റ്റും ഈക്വൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഞാൻ ഫിസിക്സിന് ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ ഫിസിക്സിന് എക്സ്ട്രാ എഫേർട്സ് ഇട്ട് തുടങ്ങി. കുറേ ടൈം കൂടുതൽ ഫിസിക്സിന് കൊടുത്തു തുടങ്ങി. കുറേ പ്രോബ്ലംസ് ചെയ്തു. കോൺസെപ്റ്റ്സ് ഒക്കെ വീണ്ടും റിവൈസ് ചെയ്തു. അങ്ങനെ ഫിസിക്സ് ഓക്കെ ആക്കി എടുത്തു. അപ്പം ഒരു സബ്ജക്ട് ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് അത് അവോയ്ഡ് ചെയ്യരുത്. അങ്ങനെ ഓക്കെ ആക്കി എടുത്തു ഫിസിക്സ്. കെമിസ്ട്രി ആയിരുന്നു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ആൻഡ് എനിക്ക് എപ്പോഴും ഞാൻ കൂടുതൽ സ്കോർ ചെയ്തിരുന്നതിലും കെമിസ്ട്രിയിൽ തന്നെയായിരുന്നു. എല്ലാം ഈക്വലി തന്നെ പഠിക്കുക.
അപ്പം ഈ ഒരു പ്രിപ്പറേഷന് വിസ്മയുടേതായ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു? ഇപ്പം നമ്മൾ എല്ലാവരും എഴുതുന്ന പോലെ മോക്ക് എക്സാം എഴുതുന്നുണ്ട്, നമുക്ക് റിവിഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കൂടാതെ എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നോ ഈ ഒരു സക്സസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത? സ്വന്തമായിട്ട് എന്ന് പറയുമ്പം കൺസിസ്റ്റൻസി ആണ് മെയിൻലി. നമ്മൾ ഒരു ദിവസം പഠിച്ചു അടുത്ത ദിവസം പഠിക്കാണ്ടിരുന്നു വെച്ചിട്ട് കാര്യമില്ല. ഒരു ദിവസം ഞാൻ കുറെ പഠിച്ചു, നെക്സ്റ്റ് ഡേ അപ്പം കുറച്ച് പഠിച്ചു, അങ്ങനെ കാര്യമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ മോക്ക് എക്സാംസ് എഴുതൽ മാത്രം പോരാ, നമ്മളത് അനലൈസും ചെയ്യണം. എഴുതിയിട്ട് അന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏതൊക്കെയാ തെറ്റിയെന്ന് എന്നിട്ട് അത് നമ്മൾ സ്വയം സോൾവ് ചെയ്യാൻ നോക്കുക. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ സൊല്യൂഷൻ നോക്കി എന്നിട്ട് വീണ്ടും ഒന്നും കൂടി സോൾവ് ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് വിടരുത്. നമ്മൾ അനലൈസ് ചെയ്യുക പേപ്പേഴ്സ്. അതിപ്പോൾ ബ്രില്യൻറ്റിലെ വീക്ക്ലി മോഡൽസ് ഉണ്ടാവാറുണ്ട്, അതൊക്കെ അനലൈസ് ചെയ്യുക. പിന്നെ ക്ലാസ്സിൽ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് പോകാൻ നോക്കുക. പക്ഷെ ബാക്ക്ലോഗ്സ് അത് എല്ലാവർക്കും വരും ബാക്ക്ലോഗ്സ്. പക്ഷെ എന്നാലും നമുക്ക് ലാസ്റ്റ് ബ്രില്യൻ്റെ മോഡൽസ് നടക്കുമ്പോൾ നമുക്ക് അതിന് ടൈം ഉണ്ട്. അപ്പം ആ സമയത്ത് ക്ലിയർ ചെയ്യാം. വീക്ക്ലി എക്സാംസിൻ്റെ ഒപ്പം തന്നെ കീപ്പപ്പ് ചെയ്ത് പോകാൻ തന്നെ മാക്സിമം നോക്കുക. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു മാക്സിമം നോക്കിയത്. ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നത് ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയപ്പം കവർ ചെയ്തു ഓൾമോസ്റ്റ്. ആൻഡ് ഒട്ടും പറ്റാത്ത ടോപ്പിക്സ് മാത്രം ഞാൻ അധികം ഇൻഡെപ്തിലോട്ട് പഠിക്കാണ്ടിരുന്നു. ബേസിക്സ് എല്ലാം നോക്കി വെച്ചു. ആൻഡ് അധികം ഇൻഡെപ്തിലോട്ട് പഠിച്ചില്ല. ബിക്കോസ് അഡ്വാൻസിൽ വരുമ്പം നമുക്ക് അറിയാവുന്ന നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ബ്രില്യൻറ്റിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ബ്രില്യൻറ്റ് കുറേ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് അല്ലേ? ഇതുപോലെ നമ്മൾ ഇ ലേണിംഗ് ആപ്പ് കൊടുക്കുന്നുണ്ട്, നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും ഇതിൽ ഏറ്റവും വിസ്മയ്ക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഏറ്റവും ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയത് എന്താ? എനിക്ക് ആക്ച്വലി റെഫറൻസ് ഫെസിലിറ്റി ആയിരുന്നു. ഞാൻ ആദ്യമൊന്നും ഞാൻ റെഫറൻസിന് അങ്ങനെ ഇരിക്കില്ലായിരുന്നു. പിന്നെ ഐ റിയലൈസ്ഡ് ഒരു ദിവസം ഒന്ന് ഇരുന്ന് നോക്കിയപ്പോഴാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ മനസ്സിലായത്. അത് പിന്നെ റെഫറൻസിന് ഞാൻ എല്ലാ ദിവസവും ഇരിക്കാൻ തുടങ്ങി. ടുവേർഡ്സ് ദി എൻഡ് ഒക്കെ ഞാൻ എല്ലാ ദിവസവും റെഫറൻസിന് ഇരിക്കുമായിരുന്നു. ആൻഡ് റെഫറൻസ് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം അന്നത്തെ ഡേ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കും. പിന്നെ ഹോസ്റ്റലിൽ വന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. അപ്പോൾ റെഫറൻസ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ഫെസിലിറ്റി. പിന്നെ അത് കൂടാതെ ഇ ലേണിംഗ് ആപ്പിൽ ഉണ്ടായിരുന്ന പ്രാക്ടീസ് ടെസ്റ്റുകളായിരിക്കും. ആൻഡ് ലെക്ചേഴ്സ് കുറേ ഉണ്ട്. അതും ഒരു ലെക്ചർ മനസ്സിലായില്ലെങ്കിൽ അതേ ടോപ്പിക്കിൽ വേറെ പ്രൊഫസറിൻ്റെ ലെക്ചർ ഉണ്ടാവും. സോ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. മോക്ക് ടെസ്റ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, കാരണം അപ്പം തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യാനും പറ്റും. സോ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. വിസ്മയ പറഞ്ഞു ഒരു പോയിന്റിൽ ഇത് വിട്ടാരോ എന്നുള്ള ഒരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ടും അന്നത് വിട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് വിസ്മയനെ ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ആ ഒരു മൊമെന്റിൽ വിട്ടേക്കാം, ഗിവ് അപ്പ് ചെയ്തേക്കാം എന്ന് തോന്നിയ ആ ഒരു മൊമെന്റിൽ സ്വാഭാവികമായിട്ട് പേരൻസിന്റെ സപ്പോർട്ട് ഉണ്ടായി കാണും, നമ്മുടെ ബ്രില്യൻറ്റിൽ നിന്ന് നമ്മുടെ ക്ലാസ് ടീച്ചറിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവും, കോർഡിനേറ്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവും, ഹോസ്റ്റൽ വാർഡന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് ആ ഒരു മൊമെന്റിൽ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്? ഒരിക്കലും ഇവരാരും എന്നെ പ്രഷറൈസ് ചെയ്തിട്ടില്ല. ലൈക്ക് നിൽക്കണമെന്ന് പ്രഷറൈസ് ആരും ചെയ്തിട്ടില്ല. ടോട്ടലി എൻ്റെ ഡിസിഷൻ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ദേ മേഡ് ഷുവർ ദാറ്റ് എന്താ പറയുക, ഞാൻ നല്ല ഡിസിഷൻ എടുക്കുമെന്ന്. അവർ ക്വിറ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. ആദ്യം തന്നെ ക്വിറ്റ് ചെയ്യുന്നത് ഭയങ്കര മോശം ഡിസിഷൻ ആയിരിക്കും. ബിക്കോസ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അടുത്ത സ്റ്റാർട്ട് തന്നെ നമ്മളെല്ലാവരും ഭയങ്കര സ്കോറിംഗ് ആയിട്ടൊന്നും വരില്ല. അപ്പോൾ അറ്റ് ദി സ്റ്റാർട്ട് എല്ലാവർക്കും നല്ല പാടായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ എന്നെ മനസ്സിലാക്കിച്ചു. പക്ഷെ എന്നാലും ആരും പ്രഷറൈസ് ചെയ്തിട്ടില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ടായാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുമായിരുന്നു, ഓക്കെ അല്ലേ, എങ്ങനെയാ ഇപ്പോൾ ഹോസ്റ്റലിലായാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുമായിരുന്നു, ഓക്കെ അല്ലേ, കാര്യങ്ങളൊക്കെ ചോദിക്കും. ആൻഡ് നമുക്ക് എന്തുണ്ടെങ്കിലും അവരുടെ അടുത്ത് പറയുകയും ചെയ്യാം. അപ്പോൾ ഭയങ്കര ഒരു കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ ആക്കി കൊണ്ടുപോയി. ആൻഡ് അപ്പോഴും അവർ ക്വിറ്റ് ചെയ്യാന്ന് ചിന്തിച്ചപ്പോഴും എൻ്റെ പേരൻസ് ആയാലും അവരെന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നു. ഞാൻ ഏത് ഡിസിഷൻ എടുത്താലും സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് ഞാൻ ക്വിറ്റ് ചെയ്യണ്ട എന്നുണ്ടായിരുന്നു. ബിക്കോസ് ദേ ബിലീവ്ഡ് ഇൻ മീ. ആൻഡ് എൻ്റെ ക്ലാസ്സേഴ്സ് ആയാലും ഇവരൊക്കെ ദേ ബിലീവ്ഡ് ഇൻ മീ. ആൻഡ് ഐ എം ഗ്ലാഡ് ഐ സ്റ്റേഡ്. അപ്പം വിസ്മയയുടെ ഫാമിലിയാണ് നമ്മുടെ കൂടെയുള്ളത്. വിസ്മയയുടെ അച്ഛൻ, അതുപോലെ തന്നെ അമ്മ, പിന്നെ വിസ്മയയ്ക്ക് ഒരു അനിയനും കൂടെയുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇപ്പം ജെഇ മെയിൻസിലായാലും അഡ്വാൻസിലായാലും ഒക്കെ ടോപ്പ് റാങ്ക് വാങ്ങി. അതിന്റെ ഒപ്പം തന്നെയാണ് ഇപ്പൊ കീം എക്സാമിന്റെ റാങ്ക് വന്നപ്പോൾ 3rd റാങ്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്ന ആ ഒരു ഇതെന്താ, ഫീലിംഗ് എന്താ? വളരെ സന്തോഷം. നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ റാങ്ക് കിട്ടുമെന്ന് അറിയാം. നമ്മൾ 10 ഉള്ളിൽ 6, 5 പ്രതീക്ഷിച്ച, പക്ഷേ ഇത്ര 3 കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യും. പഠിക്കാനായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് തന്നെ ആളിന്ന് പഠിച്ചോളും. ഇതുവരെ നമുക്ക് പോയി പഠിക്കുന്നു എന്ന് പറയേണ്ട ഒരു കാര്യം വന്നിട്ടില്ല. ആളോട് പറയാണ്ട് തന്നെ ആൾ പഠിച്ചോളും നല്ലോണം. രാത്രി കാലങ്ങളിലാണ് കൂടുതൽ പഠിക്കാറ്. അതിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് ആൾക്ക് കിട്ടിയത്. ദൈവാധീനമുണ്ട്. വളരെ സന്തോഷം. വിസ്മയ പിന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരു പോയിന്റിൽ വേണ്ട, പഠിക്കണ്ട, തിരിച്ചു പോരാം എന്നുള്ള ഒരു മൊമെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വിസ്മയ പറഞ്ഞത് പേരൻസ് ഒരിക്കലും എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല, നിന്ന് പഠിക്കുക, നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്യുന്നതാണ് പേരൻസ് പറഞ്ഞെന്നാണ് പറഞ്ഞത്.
ഓക്കെ, അപ്പം മകളുടെ ഇഷ്ടം മകൾ അപ്പൊ അന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് കൊണ്ടാണ്, മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടെ നിന്നത് കൊണ്ടായിരിക്കാം അതൊരു വലിയ പാർട്ടാണ്. അപ്പം നമ്മുടെ കുട്ടികൾ ഇനിയും ബ്രില്യൻറ്റിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾ അവർക്കും ഈ സെയിം സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ കുട്ടികളോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ പറഞ്ഞ പോലെ വിസ്മയ ഒരു സ്റ്റേജിൽ ഭയങ്കരമായിട്ട് അത് എനിക്കിനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റേജ് വന്നിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിലും ഞാൻ പറഞ്ഞതാണ്, ഞാനും ആയാലും ഹസ്ബൻഡായാലും ഫോഴ്സ് ചെയ്യില്ല, മോൾക്ക് ഇഷ്ടമുള്ള തീരുമാനം മോൾക്ക് എടുക്കാം. മോളൊന്ന് ആലോചിക്കുക, ഇപ്പോൾ ദൈവം ആയിട്ടും സിറ്റുവേഷനെ കൊണ്ട് തന്നേക്കാണ്. അതായത് അത് ബ്രില്യൻറ്റിൻ്റെ രൂപത്തിൽ നിന്ന് ഞാൻ പറയും. കാരണം ബ്രില്യൻറ്റ് കൊടുത്ത ആ ഒരു ഓപ്പർച്യൂണിറ്റി, അത് അവൾക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാനെടുത്ത ആ ഒരു തീരുമാനം, ബ്രില്യൻറ്റ് കൊടുത്ത ഓപ്പർച്യൂണിറ്റി, അതെല്ലാം മനസ്സിലാക്കി നീ ആലോചിക്കുക, മോളൊരു തീരുമാനം എടുക്കുക. ഞങ്ങളൊന്നിനും ഫോഴ്സ് ചെയ്യില്ല, ആലോചിച്ച് തീരുമാനം എടുക്കുക. പെട്ടെന്നുള്ളൊരു വികാരത്തിൻ്റെ പുറത്ത് നമ്മൾ ഒരു കാര്യത്തിനെയും ഡിസൈഡ് ചെയ്യരുത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, അങ്ങനെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെടുത്താൽ നീ എന്ത് തീരുമാനം എടുത്താലും കൂടെ ഉണ്ടാകും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവള് എനിക്ക് തോന്നുന്നു ആ ഒരു എക്സാമിന് കുറച്ചൊന്ന് പിന്നോട്ട് പോകുമ്പോഴോ, അത് എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും മേ ബി എല്ലാ പരീക്ഷകൾക്കും നല്ലതായിട്ട് സ്കോർ ചെയ്യുന്ന കുട്ടികൾക്ക് വരുന്നൊരു പ്രധാന പ്രശ്നം, ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് അവരൊന്ന് കുറച്ച് ബാക്കോട്ട് പോയാൽ അവരൊന്ന് ഫെഡപ്പ് ആവും. അവർ വേറെ ആരോടെങ്കിലും അത് പറഞ്ഞില്ലെങ്കിലും പാരൻസിൽ ഏറ്റവും ക്ലോസ് ആരോടാണോ അത് പറയും അവള്. അപ്പം അതുപോലെ എൻ്റെ മോളും ഇതുപോലെ പറഞ്ഞു. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചില പരീക്ഷകളിലൊക്കെ, എസ്പെഷ്യലി മെയിൻസിൽ അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അഡ്വാൻസറിലാണ് കുറച്ച് പരീക്ഷകൾ എഴുതുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകുന്നുണ്ട്, ഫിസിക്സിന് കുറഞ്ഞു പോകുന്നുണ്ട്, അപ്പോൾ അതിലൊക്കെ വിഷമമുണ്ട് എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയാം, അത് ഒരു സിറ്റുവേഷനായിട്ട് കണ്ടാൽ മതി. മേ ബി നെക്സ്റ്റ് പരീക്ഷയിൽ അതിലും നല്ല മാർക്ക് ചിലപ്പോൾ കിട്ടും. ഇനി ഇതൊന്നുമല്ല വരാനിരിക്കുന്ന പരീക്ഷ, ഇതെല്ലാം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയിലേക്ക് ലീഡ് ചെയ്യുന്ന, അതിൽ ബ്രില്യൻറ്റ് തന്നെ സഹായിക്കുന്ന മോഡൽ പരീക്ഷകളാണ്. അപ്പം അതെല്ലാം അവളെ തന്നെ മേക്ക് ചെയ്യും ഓരോ തവണയും. അപ്പം അങ്ങനെ വിചാരിക്കുക എന്ന് എന്നെ കൊണ്ട് അതിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ആലോചിച്ചൊരു തീരുമാനം എടുക്കാനും. അപ്പം അതുപോലെ ഇനിയും ഇതുപോലെ സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള, ഒരു വികാരത്തിൻ്റെ പുറത്ത് ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പരീക്ഷകൾക്ക് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ അന്നേരം അങ്ങനെ ചിന്തിക്കരുത്. കുറച്ചൊന്ന് റിലാക്സ് ആവുക, കൂളാവുക, അടുത്ത പരീക്ഷയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാം. അതുപോലെ പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും മോളെ പോലെ തന്നെ നല്ല മാർക്ക് നേടാനും, ഇതുപോലെ ഇപ്പം ഈ നിൽക്കുന്ന ഈ ഒരു മൊമെൻറ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ്. അപ്പം ഇത് ഓരോ പാരൻറ്റും അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് നല്ല കുട്ടികൾക്ക് നല്ല സപ്പോർട്ട് കൊടുത്ത് അവരുടെ ഇതിനൊപ്പം നിൽക്കുക, അവരുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുക, അവർ പറയുന്നതിനൊപ്പം നിൽക്കുക, അവരുടെ വിഷമമാണെങ്കിൽ ആ വിഷമത്തിനൊപ്പം നിൽക്കുക. ആ വിഷമം പിന്നീട് അത് സന്തോഷമായിക്കോളും എന്ന് വിചാരിക്കാം. അപ്പം ഈ ഒരു 1 ഇയർ റിപ്പീറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ബ്രില്യൻറ്റിൽ പലതവണ വന്നിട്ടുണ്ടായിരിക്കും, ക്ലാസ് ടീച്ചേഴ്സിന്റെ മെന്റേഴ്സിനുമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ബ്രില്യൻറ്റിന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സക്സസിന് ബ്രില്യൻറ്റിലെ റോള് എന്തായിരുന്നു? ബ്രില്യൻറ്റിന് മേജർ റോള് തന്നെയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓരോ ഹാർഡ് ടൈംസ് വരുമ്പോഴും അവർ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു മെന്റേഴ്സൊക്കെ വളരെ ക്ലോസ് ആയിട്ട്, അപ്പം എനിക്ക് തന്നെ വളരെ എൻ്റെ ഒരു ബ്രദറിനെ പോലെ എനിക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നൊരു മെന്ററായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു വിഷമം മോളിങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് അത് സാരമില്ല, അവൾ ഓക്കെ ആകും, അല്ലെങ്കിൽ ഞങ്ങൾ ഓക്കെ ആക്കിക്കോളാം, ഞങ്ങൾ സംസാരിച്ചോളാം. അപ്പം അങ്ങനെ വളരെ കൂളായിട്ട് അവർ നമ്മളോട്, അപ്പം നമുക്ക് അന്നേരം ഒരു നല്ല ധൈര്യം തോന്നും. നമ്മൾ ആക്കിയത് ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, അവൾക്കൊരു ഫാമിലിയെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാവുന്ന തരത്തിൽ, ലൈക്ക് ബ്രദേഴ്സിനെ പോലെ തന്നെ തോന്നിക്കാവുന്ന തരത്തിൽ ഉള്ള ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും നല്ലൊരു ധൈര്യം കിട്ടുമായിരുന്നു. അപ്പോൾ ഒന്നും പറയാനില്ല, ഏറ്റവും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ബ്രില്യൻറ്റിനോടും ബ്രില്യൻറ്റ് ടീംസിനോടും എല്ലാവരോടും, അതുപോലെ എസ്പെഷ്യലി മെന്ററിനോടും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അപ്പം നമുക്ക് പേരൻസിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് വിസ്മയുടെ മാത്രം ഒരു സക്സസ് അല്ല, പേരൻസിന്റെ കൂടി സക്സസ് ആണ്. ഇപ്പം അവരും പിന്നോട്ട് പോവാതെ കൂടെ നിന്നതുകൊണ്ടാണ് ഈ ഒരു വിജയം വിസ്മയക്ക് ഉറപ്പായിട്ടും കിട്ടിയത്. ഓക്കെ, അപ്പം വിസ്മയുടെ ഇനിയുള്ള എല്ലാ പഠനങ്ങൾക്കും ഇതുപോലെ തന്നെ വിജയങ്ങൾ കിട്ടട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.